ഇത് പോരെ മാഡം? മതി മതി. ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ എങ്കിൽ ആദ്യം ഇവിടെ തന്നെ ഒട്ടിച്ചു. എന്താ സർ പറയാനുണ്ടെന്ന് പറഞ്ഞേ? സത്യം പറഞ്ഞ നമ്മൾ തമ്മിൽ ഇനിയൊരു പറച്ചിലിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും സംസാരിക്കാൻ വേണ്ടി മാറി നിൽക്കുമ്പോൾ വാക്കുകൾക്കൊക്കെ ഒരു പഞ്ഞം. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് തനിക്ക് ഓർമ്മയുണ്ടോ? തൻ്റെ ഗ്രാമത്തിൽ വെച്ച്. അതിനുശേഷം ഓരോ നിമിഷവും കണ്ടുമുട്ടുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ദിവസം പോലും എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല. ഒരുപാട് വട്ടം പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാനിപ്പോൾ തന്നോട് തുറന്നു പറയാം. ഐ ലവ് യു കബു. എൻ്റെ ജീവിതത്തിന് പൂർണ്ണത എന്നുണ്ടെങ്കിൽ താൻ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ. താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടോ. ഇനി താൻ പറയണം തൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താന്ന്. പറ കബനി. വെരി ഗുഡ്. അപ്പോ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി പാർക്കിലെത്തിയത് വെറുതെ അല്ല. പ്രണയം പൊട്ടി ഒഴുകുകയാണ് അല്ലേ ഋഷി? തനിക്കെന്താ ഇവിടെ കാര്യം? ശംഭോ മഹാദേവ. ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിച്ച എന്നെ പോലുള്ളവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൃത്യമായി എത്താൻ പറ്റും. എന്തായാലും മനസ്സിൽ ഒളിച്ചു വെച്ചതൊക്കെ വാക്കുകൊണ്ട് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ എനിക്ക്. സന്തോഷം. ഇനി ഈ ആഗ്രഹം നടത്തി തരേണ്ടത് എന്റെ കൂടെ ചുമതലയല്ലേ? പേടിക്കണ്ട. ഞാൻ വലിച്ചെറിയപ്പെട്ടെടുത്ത് പുതിയൊരാളെ പ്രതിഷ്ഠിക്കുമ്പോ അതിന് സാക്ഷിയാവാൻ എനിക്ക് പറ്റിയത് എന്റെ നിയോഗം. ഈ സന്യാസത്തിന്റെ പുണ്യം. ഇനി നിങ്ങളുടെ പ്രണയത്തിന് ഞാനാ കാവൽ. ഞാൻ. ശംഭോ മഹാദേവ.